കന്യാന കർണാടക, സെക്കൻഡ് റാങ്ക് CP ഇബ്രാഹിം ജോലി തെരവള വയനാട്. 2003 ഫസ്റ്റ് പ്രസംഗം നടക്കാൻ പോകുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹി അൽ-അദീം ഖുദ്റത്തി വസ്സാദി സദീദ് അൽ-ബത്സ് വൽ-ബുർഹാൻ ഹാഫിദ് അൽ-ദീൻ വൽ-ഖുർആൻ. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العظيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العظيم. العلم حياة الإسلام وعباد الدين. صدق رسول الله صلى الله عليه وسلم. محمد سيد الكونين والثقلين والفريقين من رب ومن نجم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله. സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എറണാകുളം മറൈൻ റെയിൽവേ സംഘടിപ്പിച്ച ഹുബ്ബുർ റസൂൽ കോൺഫറൻസിൽ 2 മണിക്കൂർ പ്രസംഗിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ജാമിയ അസീസിയ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ ആദ്യമായി ഈ പാവപ്പെട്ട എന്നോടാണ് സ്ഥാപനത്തിന് പേരിടാൻ മുശാവറത്ത് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഒരു പേര് വരണമെന്ന നെയ്യത്തിൽ അസ്മാഉൽ ഹുസ്ന തുടങ്ങി ഇങ്ങനെ യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസ് യാ സലാമു യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു എന്നിങ്ങനെ എത്തിയപ്പോഴും നമ്മൾ ഈ പേരിടുക എന്ന് തോന്നി. അങ്ങനെ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ അയ്യായിരത്തോളം വരുന്ന പേരുകളിൽ പ്രസിദ്ധമായ 99 പേര്, അതിലുള്ള ഒരു പേരാണ് അസീസ്.
ഒരുപാട് അർത്ഥമുണ്ട്. ഒരു അർത്ഥം വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ, അല്ലാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീകൾക്കും ആണ് ഇസ്സത്ത് എന്ന് ഖുർആൻ പഠിപ്പിച്ച ആ മഹത്തായ ഇസ്സത്ത് നൽകുന്നവൻ അല്ലെങ്കിൽ ഇസ്സത്ത് ഉള്ളവൻ എന്തെല്ലാം അർത്ഥം ഇതിനുണ്ട്. വേറെയും അർത്ഥമുണ്ട്. ആ നിലക്ക് ഈ സ്ഥാപനം ഇസ്സത്തോടുകൂടി അസീസായ അല്ലാഹുവിന്റെ ഖുദ്റത്ത് ഇറാദത്ത് സഹായം കൊണ്ട് വളരണം എന്ന നെയ്യത്തിൽ ആ പേര് വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് ഇന്നും ഈ സ്ഥാപനം ദൈനംദിനം വളർച്ച തന്നെയാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്. ഈ സമയത്ത് ഒരു നീണ്ട വഴന്ന് പറയുന്നില്ല. ആദ്യമായി എന്റെ കുട്ടികളോട്, സുഹൃത്തുക്കളായ പണ്ഡിതന്മാരോട് ഒരു വാക്ക് പറയുന്നു. നിങ്ങളെ ഞാൻ കാണുന്നത് എന്റെ നേരിട്ട് നടത്തുന്ന മർക്കസ് പാസ്സാകുന്ന സഖാഫികളായ കുട്ടികളെ പോലെ തന്നെ നിങ്ങളെയും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരും ഞാനുമായുള്ള ഹുബ്ബും സ്നേഹവും പോലെ നിങ്ങളും ഞാനുമായി ഹുബ്ബ് ഉണ്ട്, ഉണ്ടാവണം. രണ്ടാമത്തേത് നാം പഠിപ്പിക്കുന്ന അതിപ്രധാനമായ വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അതിന് കളങ്കം വരുത്താത്ത വിധം പൂർണ്ണമായി ഹൃദയത്തിൽ ഉറപ്പിച്ച് മരിക്കുന്നതുവരെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അത് ഹൃദയത്തിൽ നിലനിർത്തുകയും മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ ഏറ്റവും നല്ല പ്രവർത്തകരായിരിക്കണം നിങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം. ഇന്ന് ദീനിന്റെ കാര്യം വിലക്കെടുക്കാതെ എന്ത് വിശ്വാസിയായാലും വിരോധമില്ല എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് നാം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അങ്ങനെ നോക്കാൻ മാത്രമില്ല, മുസ്ലിം എന്നൊരു പേര് കൊണ്ടുണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ജനങ്ങളിൽ വളർന്നു വരുന്നു. ഇത് ഏറ്റവും വലിയ ആപത്താണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ നോക്കൂ, ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ശരിയാവുകയില്ലല്ലോ. എന്നാൽ അങ്ങകലെ ഡെൻമാർക്കിലും അമേരിക്കയിലും റഷ്യയിലും ബ്രിട്ടനിലുമെല്ലാം അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹീനമായ നിലയിൽ പ്രദർശിപ്പിക്കുകയും
കാർട്ടൂണുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും തെറ്റായ നിലക്ക് വരച്ചു കാട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്, വേദനയുണ്ട്. ആ കൂട്ടത്തിൽ മറ്റൊരു ദുഃഖം, കുരങ്ങിന് ഏണി വെച്ചു കൊടുക്കുന്നത് പോലെ കുരങ്ങന്മാർക്ക് സ്വയം തന്നെ കയറിപ്പോകാൻ കഴിയും ഏത് വൃക്ഷത്തിൽ. അതിന് ഏണി വെച്ചു കൊടുത്താൽ എളുപ്പമായല്ലോ എന്ന പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ, ഇസ്ലാമിന്റെ പേരിലുള്ളവർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുകയാണ്. പേര് പറയുന്നതിൽ എനിക്ക് മടിയുണ്ട്. ഞാനൊരു കക്ഷിയെ എതിർക്കുകയും പേര് പറയുകയും അല്ല. പക്ഷേ പറയാതിരിക്കാനും നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ ഡെൻമാർക്കിനെതിരെ, ഡാനിഷ് പത്രത്തിനെതിരെ ലോക മുസ്ലിംകൾ ശടകുടഞ്ഞെഴുന്നേറ്റ് ശബ്ദമുയർത്തി. മുസ്ലിം സമുദായത്തിന്റെ, വിശിഷ്യ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിർപ്പുകൾ വാഹനങ്ങൾ കത്തിച്ചുകൊണ്ടോ കല്ലെറിഞ്ഞുകൊണ്ടോ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടോ മനുഷ്യരുടെ നെഞ്ചത്ത് കഠാരി കുത്തിയിറക്കിക്കൊണ്ടോ അല്ല, മറിച്ച് ആശയം കൊണ്ട് എതിർക്കലാണ്. ആ നിലക്ക് ശക്തമായി എതിർത്തു. കൂടാതെ സൗദി ഗവൺമെന്റും മറ്റു പല മുസ്ലിം രാഷ്ട്രങ്ങളും അവരുടെ അംബാസഡർമാരെ പിൻവലിക്കുകയും ഡെൻമാർക്കിന്റെ വസ്ത്രങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും വിപണിയിൽ നിന്ന് പിൻവലിക്കുകയും അവരോട് കച്ചവടം ചെയ്യാതിരിക്കുകയും ഇങ്ങനെ എല്ലാം ചെയ്തു. അപ്പോൾ അതാ നമ്മുടെ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു കക്ഷി, മുജാഹിദ് എന്ന് പേര് പറയുന്ന കക്ഷി, ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രവാചകരെ അറിയുക എന്നാണ് അവരുടെ മുദ്രാവാക്യം. നല്ല മുദ്രാവാക്യമാണ്. പക്ഷേ വളരെ വേദന പറയട്ടെ, എന്റെ ശബ്ദം ഒരുപക്ഷെ ഇവിടെ ആരെങ്കിലും മുജാഹിദ് പ്രവർത്തകരുണ്ടെങ്കിൽ അവരും കേൾക്കുന്നുണ്ടാകുമല്ലോ. കോഴിക്കോട്ട് വെച്ച് അവർ പത്രസമ്മേളനം നടത്തി. ഈ പര്യടനം, ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ. അങ്ങനെ പ്രവാചകരെ നിന്ദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ പത്രക്കാർ ചോദിച്ചു, പ്രവാചകന്മാരിൽ മുഹമ്മദ് നബിയും മറ്റുള്ള പ്രവാചകന്മാരും ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ, പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അതേ, ചോദ്യം ചെയ്യാം.